ബിഗ് ബോസ് ഹൗസിൽ പുതിയ ടാസ്ക് അലക്ക് കമ്പനി ടാസ്ക്. ഈ അലക്ക് കമ്പനി ടാസ്ക് കഴിയുമ്പോഴത്തേക്കിനും ഹൗസ് അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർത്ത് മൊത്തത്തിൽ അലക്ക് വെളുപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട്. അതായത് 4 ടീമുകൾ ഉണ്ടല്ലോ, ഡെന്ന്, ടണല്, നെസ്റ്റ്, പിന്നെ നമ്മുടെ പവർ ടീമും. അപ്പൊ ഇവര് തമ്മിലായിരിക്കണം മത്സരം എന്ന് പറയുന്നത്. അപ്പൊ മത്സരത്തിനകത്ത് എന്താ പറയാ, അതിനകത്തുനിന്ന് ഏറ്റവും നല്ലതുപോലെ കളിക്കുന്ന ടീമിൽ നിന്ന് ഒരു വ്യക്തിയായിരിക്കും ഈ പറഞ്ഞ ക്യാപ്റ്റൻ ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുക. അപ്പൊ ഈ അലക്ക് കമ്പനി ടാസ്ക് തുടങ്ങുമ്പോ തന്നെ നമുക്ക് ഇതിന് മുമ്പത്തെ സീസണിലും ഈ ഒരു ടാസ്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവം എന്താന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ തുണികൾ അവർക്ക് കൊടുക്കാണ്. ഏറ്റവും കൂടുതൽ തുണികൾ കളക്ട് ചെയ്ത് കഴുകി അതിനെന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ അത് തുന്നി അത് തേച്ച് വൃത്തിയായിട്ട് ഒരു ക്വാളിറ്റി ചെക്കർ വരും. അപ്പൊ വൃത്തിക്ക് അത് പ്രസന്റ് ചെയ്യുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ തുണികൾ ആരുടെയാണോ സെലക്ട് ചെയ്യപ്പെടുന്ന എന്നുള്ള ആ ഒരു ടീമായിരിക്കും ഈ ഒരു ഗെയിമിൽ വിജയിക്കും. അങ്ങനെ ടീം അംഗങ്ങൾ ഓരോരുത്തരായിട്ട് വലിയായി, പിടിയായി, ബഹളമായി, അവിടെ ചെന്ന് പൈപ്പ് പൊട്ടിച്ച് കളയാണ്, ബക്കറ്റ് എടുത്ത് മറിക്കുകയാണ്. ഇവര് ഭയങ്കര വെപ്രാളമാണ് എല്ലാവരും കൂടെ കാണിക്കുന്നത്. കാരണം വെച്ചാൽ ആദ്യമൊക്കെ ഈ വെള്ളമൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര അടി, അവിടെ തർക്കമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടാസ്ക് ബസർ അടിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ ടാസ്കിന്റെ ഇടയിൽ ഓടുന്ന സമയത്ത് ശ്രീരേഖ ഒന്ന് വീഴുന്നുണ്ട്. ആ വീണ് പുള്ളിക്കാരിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റി കരയുന്നതും അപ്പൊ എടുത്തുകൊണ്ട് കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇതുപോലെ എല്ലാവരും അവരവരുടെ കൃത്യങ്ങൾ, അതായത് അവർക്ക് കൊടുത്ത ജോലികൾ ടാസ്കിൽ കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ ആ ഒരു ഫൈനൽ റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ടണൽ ടീം, അതായത് ജാസ്മിൻ ഗബ്രിയുടെ ആ ഒരു ടീം അവിടെ ജഡ്ജ് ചെയ്യാൻ വരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജിൻഡോ ആയിരിക്കും. അപ്പൊ ജിൻഡോ ആണ് ക്വാളിറ്റി ചെക്കർ ആയിട്ട് വരുന്നത്. അപ്പൊ ക്വാളിറ്റി ചെക്കർ ആയിട്ട് വന്ന ജിൻഡോ ഓരോരോ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ നോക്കുകയും അത് അൺസെലക്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണുന്ന നേരം ഗബ്രിക്കും ജാസ്മിനും ഒരുപാട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. കാര്യം ഉറപ്പായിട്ടും അവരത്ര കഷ്ടപ്പെട്ട് ഏറ്റവും കൂടുതൽ തുണികൾ വൃത്തിയാക്കി കഴുകി തേച്ച് വെച്ചത് ഈ ജാസ്മിൻ ഗബ്രി ടണൽ ടീം ആണെന്ന്. അപ്പൊ ആ ഒരു കഷ്ടപ്പാടിന് ഒരു വിലയും കൊടുക്കാതെ എല്ലാ ഡ്രസ്സുകളും അൺസെലക്ട് ആണ് എന്ന് പറഞ്ഞ് മാറ്റുന്ന സമയത്ത് അത് ജാസ്മിനും ഗബ്രിക്കും തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഗബ്രിയാണെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ മര്യാദയ്ക്കാണോ ഈ ജഡ്ജ്മെന്റ് നടത്തുന്നത്? ഇതെന്ത് വൃത്തികെട്ട കളിയാ കളിക്കുന്നത്? പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ആരോപണമാണ് ജിൻഡോയ്ക്ക് നേരത്തെ ഇങ്ങനെ തൊടുത്തു വിടുന്നത്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, ഞാനിപ്പോ ഒരു ഗ്രഡ്ജ് വെച്ചു അല്ല ചെയ്യുന്നത്, നിങ്ങള് കൊണ്ടുവന്ന തുണികൾക്ക് അതിൻ്റെതായ ക്വാളിറ്റി പോരാ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്യാത്തത് എന്ന് ജിൻഡോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ ജാസ്മിനും ഗബ്രിയും സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാൻ ആ ഡ്രസ്സിന്റെ ഒരു കാര്യത്തിൽ പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ അൺസെലക്ട് ചെയ്ത തുണികളെല്ലാം തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പെശകുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അൺസെലക്ട് ചെയ്തത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഓരോത്തിനെയും കാരണങ്ങൾ, അൺസെലക്ട് ചെയ്യപ്പെടാനുള്ള കാരണങ്ങളൊക്കെ ജിൻഡോ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നിയില്ല. കാര്യം അവരത്ര തുണി കഴിവിയെങ്കിലും എല്ലാം അങ്ങ് സെലക്ട് ചെയ്യണമെന്നും ഇല്ലല്ലോ, പെർഫെക്ഷൻ കൂടിയല്ലേ നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ അവസാനം അവർക്ക് ഏകദേശം ഒരു 4 തുണികൾ മാത്രമേ അവരെ കഴിവിയതിൽ സെലക്ട് ചെയ്തോളൂ. ഇത് അങ്ങോട്ട് അറിഞ്ഞപ്പോഴത്തേക്കിനെ ഗബ്രിക്ക് നല്ലോണം കുരുപൊട്ടാണ്. അപ്പൊ അവസാനം ഗബ്രി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പോയിട്ട് ജിൻഡോയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജഡ്ജ്മെന്റ് ഒരു ചാൻസ് കിട്ടിയാലേ ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് ഈ ജഡ്ജ്മെന്റ് നടത്തും. ഒരു കാരണവശാലും നിങ്ങളെ പോലെ ചെറ്റ പരിപാടി ഞങ്ങൾ കാണിക്കില്ല, അല്ലെങ്കിൽ ചെറ്റ ജഡ്ജ്മെന്റ് കാണിക്കില്ല എന്നിങ്ങനെ ഒരു വാദമാണ് ഇത് പറഞ്ഞ ഗബ്രി പറയുന്നത് ജിൻഡോ എടുത്ത്. അപ്പൊ ജിൻഡോ നൈസായിട്ട് തന്നെ ഗബ്രിയോട് പറയുന്നുണ്ട്, ചെറ്റ് നിന്റെ തന്ത എന്നൊരു റിപ്ലൈ പോലെ ഒരു കൂസയോ ഇല്ലാതെ നമ്മുടെ ജിൻഡോ പറയാണ്. അപ്പൊ ഈ പറയുന്ന ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഒരു എന്താ പറയാ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നിയെങ്കിലും പിന്നീട് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ക്ലാസ് അങ്ങ് ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട്. കാര്യം ഗബ്രി പറയാണ്, നീ എന്റെ തന്തയ്ക്ക് വിളിച്ചോ, നീ അങ്ങനെ പറഞ്ഞോ, അങ്ങനെയാണോ, അങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു കുറെ ഇങ്ങനെ കുത്തി കയറാണ്. ഇപ്പൊ ജിൻഡോന്റെ മേളിലോട്ട് കയറാണ് എല്ലാവരും. ജാസ്മിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതുപോലെ ഗബ്രീനെ തടയാൻ നോക്കുന്നെങ്കിലും അത് സമ്മതിക്കാതെ ചാടിപ്പോയി അവരെ ഞാൻ ഇപ്പൊ അടിക്കും എന്നുള്ളൊരു സംഗതിയിലാണ് ഗബ്രി പോകുന്നത്. ജിൻഡോ ആണെ വാട അടിക്കട എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രശ്നം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഗബ്രി
വെറും വൃത്തികെട്ട കാര്യങ്ങള്, കുറെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ ഇതുപോലെ ജിൻഡോയെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഈ ഒരു പ്രശ്നം തുടങ്ങിയത് ഗബ്രി തന്നെയാണ്. വെറുതെ ചെറ്റ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ ഗബ്രി വീണ്ടും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നീ ആണെങ്കിൽ പല പ്രോഗ്രാംസിനും ജഡ്ജായിട്ട്, അതായത് ഈ ബോഡി ബിൽഡിങ് അവരെ ആ ഒരു ഫാഷൻ ഷോ അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അപ്പൊ അതിൽ ഒരുപാട് പ്രോഗ്രാമിൽ നിങ്ങൾ ജഡ്ജായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ആരെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള വിജയം ആയിരിക്കില്ല സെലക്ട് ചെയ്തത്. നിങ്ങളാണെങ്കിൽ ശരിക്കുള്ള ടീമിന് കൊടുക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കായിരിക്കും നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ഗബ്രി ഇങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ഇതൊന്നും അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. കാര്യം ജിൻഡോ ആണെങ്കിൽ തന്റെ പണി നോക്കുക എന്നല്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നെയും പിന്നെ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നീട് അതുപോലെ ഈ ഒരു മത്സരം കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത നമ്മുടെ നെക്സ്റ്റ് ടീമിന്റെ ആ ഒരു തുണിയാണ് ചെക്ക് ചെയ്തത്. അപ്പൊ ഗബ്രിയാണ് ആ ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഗബ്രി ക്വാളിറ്റി ചെക്കർ ആയിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഗബ്രി ഇങ്ങനെ പറയും, ഞാൻ തെണ്ടിത്തരം ഒന്നും കാണിക്കത്തില്ല, ഞാൻ അന്തസ്സായിട്ടേ ഗെയിം കളിക്കൂ, അന്തസ്സായിട്ടേ ഞാൻ ജഡ്ജ് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു ടീമിൽ നിന്ന്, പക്ഷെ അവർ പെർഫെക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ടീം ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലതുപോലെ അവർ ഒരുപാട് വൃത്തിക്ക് ആ ഒരു പരിപാടി, കൂടുതലും പെണ്ണുങ്ങൾ തന്നെ ആയതുകൊണ്ടായിരിക്കാം മേ ബി, അവർക്ക് ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അയണിങ് ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവർ 6 ഡ്രസ്സസ് ആണ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതേ സമയം ഗബ്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെറ്റ പരിപാടി കാണിക്കത്തില്ല, ഞാൻ അന്തസ്സായിട്ട് കളിച്ചതിനുള്ള നല്ല ജഡ്ജ്മെന്റേ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഈ പറഞ്ഞ ഗബ്രി. അപ്പൊ അതേസമയം ജിൻഡോ ആണെങ്കിൽ ഇതിനു മുമ്പേ, അതായത് ഈ ഒരു ചെക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഗബ്രി ഒന്ന് ആക്ഷേപിച്ചായിരുന്നു, നീ ഒന്നിനും കൊള്ളത്തില്ലല്ലോടാ, നീ ഇങ്ങനെ വെറുതെ ചിക്കനെ പോലെ കൈയും കാലും എല്ലാം വെച്ചുകൊണ്ട് നടക്കുമല്ലേ, ഇങ്ങനെ മസിൽ പെരുപ്പിച്ചാണല്ലേ നിനക്ക് കൊള്ളാവൂ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷേമ് ചെയ്യുവാണ്. അപ്പൊ ഇതുപോലെ ജിൻഡോ ഭയങ്കര ഒരു മോശം കാര്യമാണ് പറയുന്നത്, അവന്റെ കണ്ടോ ശരീരം മൊത്തം തൂങ്ങി കിടക്കുവാണെന്ന്. അപ്പൊ അർജുനും ജാസ്മിനും ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? കാര്യം ജിൻഡോയെ പറഞ്ഞപ്പം ആരും ചോദിച്ചില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതേ സമയം എന്താ പറയാ, ഗബ്രിയെ കുറിച്ച് അങ്ങനെ ഒരു വാദം പറഞ്ഞ്, ശരിക്കും ജിൻഡോ പറഞ്ഞത് തെറ്റ് തന്നെയാണ്, അതൊക്കെ ബോഡി ഷേമിംഗ് ആയിട്ട് നമുക്ക് കൂട്ടാം, രണ്ടുപേര് പറഞ്ഞതും. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തില് ഇവര് ആൾക്കാരെ ചോദിക്കാൻ വരുവാണ്, അർജുനും ജാസ്മിനും ഉണക്കിയത് ചോദിക്കുവാണ്, എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു രീതിയിൽ അവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ഒരു മത്സരം പിന്നെയും നമ്മുടെ പവർ ടീമിന്റെ ആ ഒരു ക്ലോത്ത്സിലാകെ 2 എണ്ണം മാത്രമേ സെലക്ട് ചെയ്യപ്പെടുത്തുള്ളൂ. ജിൻഡോ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന ആ ഒരു ഗെയിമിന് വേണ്ടി കഴുകുന്നതൊക്കെ നമ്മൾ കണ്ടു. അത് ഏതൊരു ഗെയിം ആണെങ്കിൽ തന്നെയും ജിൻഡോ വളരെ ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ട് തന്നെ ഗെയിം മത്സരിച്ചെങ്കിലും ചിലപ്പോൾ അവർക്ക് കിട്ടിയ തുണി കൂടുതൽ അഴുക്കായത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഗബ്രിയുടെ ടീമൊക്കെ എന്തൊക്കെയോ അവിടെ നിന്നൊക്കെ മോഷ്ടിച്ചോണ്ട് പോയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയോ കൊണ്ടോ ആ ഒരു എടുത്തപ്പെട്ട ആ ഒരു ക്ലോത്ത്സിന്റെ എണ്ണം അവർക്ക് കുറഞ്ഞാകെ 2 എണ്ണം മാത്രമേ അവരെ സെലക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു ഗെയിം അവസാനിക്കുമ്പോൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത് നെക്സ്റ്റ് ടീമിനെയാണ്. അവർ തന്നെയായിരുന്നു പെർഫെക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ടണലും ഡെന്നുമാണ്. അതുപോലെ പവർ ടീം എന്ന് പറയുന്നത് അവിടെ ഒരു പോയിന്റ് മാത്രം കിട്ടി ഏറ്റവും അവസാന സ്ഥാനത്തും എത്തുകയാണ്. അപ്പൊ ഈ ഒരു ഡിസ്കഷൻ നിർത്തുന്നതിന് മുമ്പേ ഇന്ന് ഹൗസിൽ നടന്ന മറ്റു ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ മറ്റു ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർണിംഗ് തൊട്ടുള്ള പ്രശ്നങ്ങൾ, മോർണിംഗ് തൊട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോ ആണെങ്കിൽ ഇതുപോലെ റസ്മിൻ ബായിയെ ഭയങ്കരമായിട്ട് അപമാനിച്ചു. ഈ പറഞ്ഞ പോലെ ജിൻഡോ ഇങ്ങനെ മസിൽ പിടിച്ചു നടക്കുന്നു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആരോപണങ്ങൾ പറയാറുണ്ടല്ലോ, എല്ലാവരും പറയാറുണ്ടല്ലോ. അപ്പൊ ഇതിപ്പോ ജിൻഡോ ആണ് ഈ റസ്മിൻ ബായിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവളാണെങ്കിൽ ഗുണ്ടായിസവ കാണിക്കുന്നത്, അവളുടെ നാട്ടില് അവളുടെ നാട്ടുകാരും ഇങ്ങനെ തന്നെയാ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ആരോപണമാണ് റസ്മിൻ ബായി എടുത്ത് നടത്തിയിരിക്കുന്നത്. റസ്മിൻ ബായിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാര്യം അതൊരു മോശം, അതിപ്പോ സ്വന്തം എന്താ പറയാ കുടുംബത്തിനെ പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞാലും ആർക്കായാലും കൊള്ളു. അപ്പൊ റസ്മിൻ ബായി ആണെങ്കിൽ കലി തുള്ളി എന്താ വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഈ ഗാർബേജ് ഒക്കെ ഇല്ലേ, അതൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വിതറുവാണ്. കാര്യം ഫ്ലോർ ക്ലീനിങ് എന്നൊരു പണിഷ്മെന്റ് ജിൻഡോയ്ക്ക് ഓൾറെഡി പണിഷ്മെന്റ് ബോർഡിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിൻഡോ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം അങ്ങ് റസ്മിൻ ബായി മനഃപൂർവ്വം അഴക്കാക്കുകയാണ്. അപ്പൊ ഇത് ഒരു ഓവർ റിയാക്ട് ആയോ റസ്മിൻ? ഓക്കെ, ഓഫ് കോഴ്സ് അവർക്ക് റിയാക്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഹൗസ് വൃത്തികേടാക്കിക്കൊണ്ട് ചെയ്തൊരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് തെറ്റായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത് ഒരാൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് അത്രയും വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു ആളിനോടുള്ള ദേഷ്യത്തിന് വേണ്ടി അത് ഹൗസ് വൃത്തികേടാക്കാന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഹൗസിന് ഡാമേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് വേറൊരു അർത്ഥത്തിൽ പറയാം. ഒരു സമയത്ത് റോക്കി ആണെങ്കിൽ ഒരു ഇടിച്ചു പൊട്ടിച്ച സമയത്ത് എല്ലാവരും അത് ഭയങ്കര ഒരു സംഭവമൊക്കെ. അപ്പൊ ഇതുപോലെ ഹൗസ് അൺക്ലീൻ ആക്കുക അല്ലെങ്കിൽ വേസ്റ്റ് വാരി വെറുതെ അത് ഇന്റൻഷനലി ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായ പ്രവൃത്തി തന്നെയാണ്. പിന്നീട് പ്രശ്നങ്ങൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് രൂപീകരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ജിൻഡോ അവന്മാരെ അതായത് ഗബ്രിയൊക്കെ പിടിച്ച് തള്ളുന്നൊക്കെ സീനൊക്കെ ഉണ്ട്. ഇവര് ഗബ്രിയും ജിൻഡോയും ഇപ്പൊ കട്ടയ്ക്ക് നിൽക്കുവാണ്. ഗബ്രി കളിക്കുന്ന ഗെയിം അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ജിൻഡോ കളിക്കുന്ന ഗെയിമും അത്ര നല്ലതല്ല. പക്ഷെ രണ്ടുപേരും നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. കണ്ടന്റ് കിട്ടുന്നുണ്ട്, ഹൗസിന് നല്ല രീതിയിൽ രണ്ടുപേരെ കൊണ്ട് കണ്ടന്റ് ഇപ്പൊ കിട്ടുന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ ആ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ ഒരു നിരന്തര സംഭവമായി ഇങ്ങനെ മാറുകയാണ്. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്, പല പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജാൻമണി എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ ആയതിനു ശേഷം ഹൗസിനുള്ളിൽ ക്യാപ്റ്റൻ ആയതിനു ശേഷമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ജാൻമണിയിൽ നിന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരെ എല്ലാം ഹൗസ് മെമ്പേഴ്സിനെ എല്ലാം ഭയങ്കരമായിട്ട് ആക്ഷേപിച്ച് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പോയിട്ട് ശ്രീരേഖയോടോ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ലഞ്ച് കഴിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും എക്കണോമി അല്ലെ, എക്കണോമിക് ക്ലാസ്, ഈ ഫ്ലൈറ്റിൽ എക്കണോമി ഉണ്ട്, ബിസിനസ് ക്ലാസ് ഉണ്ട്, അപ്പൊ നിങ്ങൾ എല്ലാവരും എക്കണോമി ക്ലാസ് ആണ്. എക്കണോമി ക്ലാസ് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ക്ലാസ് ആണല്ലോ, അപ്പൊ നിങ്ങൾ എല്ലാവരും എക്കണോമി ആണ്, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വർത്താനം. പിന്നീട് പോയി നോറയോട് പറയുന്നത് നീ വെറും സെക്കൻഡ് ക്ലാസ് അല്ലെ തേർഡ് ക്ലാസ് ആണെന്ന് എന്തോ പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ എല്ലാവരെയും ജാൻമണി ഭയങ്കര ഒരു എന്താ പറയാ ഇപ്പൊ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായത് കൊണ്ട് തന്നെ പുള്ളിക്കാരി മറ്റ് ഹൗസ് അംഗങ്ങളിൽ നിന്നും എന്താ പറയാ കുറച്ചുകൂടെ പവർഫുൾ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇവരോടൊക്കെ ഏത് രീതിയിലും പെരുമാറാം അല്ലെങ്കിൽ ഏത് രീതിയിലും സംസാരിക്കാം. അത് വളരെ വ്യക്തമായിട്ട് ജാൻമണിയുടെ ഒരു കാര്യത്തിൽ നിന്ന് ഇന്നലെ റസ്മിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതായത് അവൾ ആരാന്ന് അവിടെ വിചാരം, അവളെ ഞാൻ ഈ കാലിന്റെ ചവിട്ടി താഴ്ത്തും, അതൊക്കെ അഹങ്കാരത്തിന്റെ എന്താ അങ്ങേ അറ്റത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ പറയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പൊ ആ ഒരു എന്താ പറയാ ഈ പറഞ്ഞ ജാൻമണിയുടെ ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റണം. കാര്യം വെച്ചാൽ ഭയങ്കര മോശമായിട്ടാണ് ആ ഒരു എന്ന് വെച്ചാൽ പലരെ കുറിച്ചും, അതായത് താൻ മാത്രം വലുത് ബാക്കി എല്ലാവരും വെറും കീടങ്ങൾ എന്ന രീതിയിലാണ് ഈ പറഞ്ഞ ജാൻമണി സംസാരിക്കുന്നത്. ആ ഒരു സംസാര രീതി മാറിയില്ലെങ്കിൽ ശരിയാവില്ല. അതൊക്കെ ക്യാപ്റ്റൻസി കിട്ടിയതിനു ശേഷമാണ് ജാൻമണി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഹൗസിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വർത്തമാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ജിൻഡോയ്ക്ക് കിട്ടിയ ഒരു പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ ക്ലീനിങ് ആയിരുന്നു. അത് വീണ്ടും എന്താ പറയാ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ പോലെ നേരത്തെ റസ്മിൻ ഭായി ഒറ്റയ്ക്കാണ് പോയി പവർ ബോർഡിൽ ഈ ഒരു പണിഷ്മെന്റ് എഴുതിയെങ്കിൽ ഇപ്പൊ പിന്നെയും ടാർഗറ്റ് ചെയ്ത്, അത് ഈ പറഞ്ഞ പവർ ടീം മാത്രമല്ല മൊത്തം അംഗങ്ങളും ഈ പുള്ളിക്കാരനെ ടാർഗറ്റ് ചെയ്ത് പ്ലേ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോ ഇദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് ആണെന്ന് വിചാരിച്ചിട്ടായില്ലെങ്കിൽ ഇദ്ദേഹം നല്ല ഗെയിം കളിക്കുന്നു എന്നുള്ളൊരു പേടിയോ ഭയമോ കൊണ്ടിട്ടായിരിക്കാം ഇവരെല്ലാരും കൂടെ പോയിട്ട് ഒരുമിച്ച് അയാളെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റിവ്യൂ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഇനിയും കൂടുതൽ റിവ്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.